ഒരു വിഷ്വൽ ഗെയിമാണ്, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മൾ LED ഒരു സിനിമയുടെ സീൻ കാണിക്കും. അപ്പൊ വളരെ ശ്രദ്ധിച്ച് ആ സീനിൽ എന്തൊക്കെ ചെയ്യുന്നു, ആർട്ടിസ്റ്റുകൾ എവിടെ പോകുന്നു, ആക്ടേഴ്സ് എന്ത് പറയുന്നു എല്ലാം നോക്കണം. എന്നിട്ട് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞാൽ മതി. സിമ്പിൾ. ഓക്കെ. അപ്പൊ ശ്രദ്ധ നല്ല പോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ നോക്കാം, ആദ്യത്തെ വിഷ്വൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. സീൻ കണ്ടല്ലോ അല്ലെ, മനസ്സിൽ പതിഞ്ഞല്ലോ അല്ലെ. ഇനി ഇതിലെ ചോദ്യം, ഈ റൺവേയില് ദിലീപ് ഏത് സമയത്താണ് സ്പിരിറ്റ് കടത്തും എന്ന് വെല്ലുവിളിച്ചത്? 9-നും 10-നും ഇടയ്ക്ക്. ഓ മൈ ഗോഡ്, അടിപൊളി, സൂപ്പർ. ഇനി അടുത്ത വിഷ്വൽ നോക്കാം. ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറക്കിടിപിടി നാട്ടുമരുന്നുകളും ചേർത്ത് ഒരു ശവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റ. വണ്ടിപ്പേട്ടയിലെ ഉണ്ണിരാം വൈദ്യർക്കറിയാം. വാതറ. അല്ലെങ്കിൽ നീ ഒരു ബ്ലാക്ക് കളർ ആടിനെ വാങ്ങിച്ച് 14 ദിവസം സൂപ്പ് വെച്ച് കുടി. തടി നല്ല കട്ടയ്ക്ക് ഇരുന്നാലേ നിനക്കും ആർണോൾഡ് ഷ്വാസ്നെഗറിനും ഒക്കെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ശ്രദ്ധിച്ചല്ലോ അല്ലെ. ഇതില് നമ്മുടെ രാവണ പ്രഭുവില് മോഹൻലാൽ പറയുന്ന ഒരു മരുന്ന് കൂട്ട് ഇതിൽ പറഞ്ഞു. ആ മരുന്ന് കൂട്ട് ഏതാണ്? ഫസ്റ്റ് വാക്ക് എനിക്ക് ക്ലിയർ ആയില്ല, പക്ഷെ മുട്ടയുടെ വെള്ളയും എന്തോ ആ സാധനം എനിക്ക് മനസ്സിലായി. ചെന്നി നായ ആ സാധനം എനിക്ക് മനസ്സിലായില്ല. ഞാൻ അതെനിക്ക് അത്ര അറിഞ്ഞൂടാ. പക്ഷെ മുട്ടയുടെ വെള്ളം, ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും, ഇല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആടിന്റെ സൂപ്പ്. ഓക്കെ, അപ്പൊ അത് ബോണസ് പോയിന്റ്. കറക്റ്റ്. അത് എന്തായാലും പോയിന്റ് നമ്മൾ തന്നിരിക്കുകയാണ്. യെസ്. ഇനി അടുത്തത് നല്ലൊരു സീനാണ്, ശ്രദ്ധിച്ചോ. കുറെ ആൾക്കാരുണ്ട് ആ സീനിൽ. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ, ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതു കൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ, മനസ്സിലായോ? ഇതില് തേങ്ങയേറി സാമി എന്ന് ജഗതി ചേട്ടൻ പറയുന്നത് എത്ര തവണയാണ്? അറിയായിരുന്നു ഈ ക്വസ്റ്റിനെ ചോദിക്കുന്നത്. ഞാൻ എണ്ണാൻ തുടങ്ങിയായിരുന്നു. അതായത് ആ എക്സാക്ട് ജഗതി സാർ പറയാം. അതെ. പിന്നെ ആര് പൊട്ടിക്കുന്ന എണ്ണിയത്? മറ്റേ ഇപ്പൊ പൊട്ടിക്കും. അത് എണ്ണം പോയി, പിന്നെ ഞാൻ വിട്ടളഞ്ഞു. 5-6 എനിക്ക് ഉറപ്പില്ല. 5-6 എന്ന് പറയുന്ന ഉത്തരം തെറ്റാണ്. ഓൺലി 2. ബാക്കി എല്ലാ സമയത്തും മറ്റേ ഇതാണ്. അങ്ങനെയുള്ളതാണ്. തേങ്ങ എറിഞ്ഞു പൊട്ടിക്ക് സാമി എന്ന് പറയുന്നത് 2 പ്രാവശ്യം. അത്ര ഞാൻ ഒബ്സർവ് ചെയ്തില്ല. ആ ഭീകരമായ ചോദ്യത്തിനോ ഞാൻ കൃതാർത്ഥയായി. അപ്പൊ ഇനി നമുക്ക് അടുത്തത് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നോക്കാം ഏത് വിഷ്വലാണോ. ചിരിപ്പിക്കാൻ സംഭവിക്കില്ല. ശരി, അപ്പൊ ഇതിലെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാംജിറാവ് സ്പീക്കിംഗ് എന്ന ഈ സീനിലെ ഇന്നസെന്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന ഷോർട്സിന്റെ കളർ എന്താണ്? ഒരു ഓഫ് വൈറ്റില് റെഡ് ലൈൻസ്. ബർമുഡ അല്ലേ? ഓഫ് വൈറ്റില് റെഡ് സ്ട്രൈപ്സ് ലൈൻ. എന്താ ചിരി, എന്താ ഒരു ചിരി. അപ്പൊ അതിനും ഗംഭീരമായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ, ലാസ്റ്റ് ആണ്. നോക്കാം. അമ്മച്ചേ, തണുപ്പ് മാറ്റിയായിരിക്കും. നീ ആരാടാ? ഞങ്ങൾ ഗൊളീഗ്സ് ആണ്. കൊളീഗ്സ് അല്ല, കൊളീഗ്സ്. ഞാൻ പഴയ 10ാം ക്ലാസ്സാ. ഞങ്ങള് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. ആണോ? ഞാൻ വട്ടോളി പൊറഞ്ഞു, ഇവിടുത്തെ ഫിസിക്കൽ ഡയറക്ടറാണ്. എന്നാ നിന്റെ കയ്യിലൊരു ഉണ്ടാ? ഉണ്ടല്ല,
ഫിംഗർ ബോൾസ് ഫോർ ഫിംഗർ എക്സസൈസ്. ഇയാള് കൊള്ളാമല്ലോ. അവിടെ ആളല്ലേ? ബാക്കി ബാക്കി കാണരുത്. ശ്ശേ. ഇതിലെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് ഒളിമ്പ്യൻ അന്തോണി ആദം ഈ സിനിമയിൽ ജഗതി എന്താണ് കയ്യിൽ കൊണ്ടു നടക്കുന്ന സാധനം, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിംഗർ ബോൾ ഫോർ ഫിംഗർ സ്ട്രെങ്ത്. ഫിംഗർ എക്സസൈസിന് വേണ്ടിയിട്ട് ഫിംഗർ, നേരത്തെ എക്സസൈസ് എന്നല്ല പറഞ്ഞ് അത് പോട്ടെ, രണ്ടും ഏകദേശം ഒന്ന് തന്നെ. അതുകൊണ്ട് അപ്പോ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം മാത്രമാണ് ഉത്തരം പറയാത്തുള്ളൂ. അപ്പോ ബാക്കിയെല്ലാം ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പണിഷ്മെന്റ് വേണ്ട. പണിഷ്മെന്റ് വേണ്ടല്ലോ. വേണം, കാരണം ഒരെണ്ണം പോലും തെറ്റിക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂള്.